അങ്ങനെ ഞങ്ങൾ സൈലത്തിലെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകാട്ടോ. മറ്റെവിടേക്കും അല്ല, ഒരു റിസോർട്ടിലേക്കാണ്. ജെയ്സി സാറിൻ്റെ ഒക്കെ ലുക്ക് നിങ്ങൾ കണ്ടില്ലേ? അതിനായിട്ട് ടീഷർട്ടൊക്കെ എടുത്ത ആൾ സെറ്റപ്പിലാണ് കേട്ടോ. ഞങ്ങൾ താമരശ്ശേരിന്ന് കേട്ടോ ബസ്സിൽ കയറുന്നത്. ബസ് അങ്ങനെ പോയി ഗൂഡലിൽ ഒരു ബോട്ടിലൊക്കെ എത്തുകയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ചെക്കിങ് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ജെക്ക് അമീന്റെ കല്യാണത്തിന് 1 ലക്ഷം രൂപയും ഷാഹിദ് റംസാൻ 50,000. ഒരു കോടിന്റെ ജെയ്സിന്റെ കർമ്മനിധിയിലേക്ക് എന്തേലും ജെയ്സിന്റെ കല്യാണം ഞാൻ സ്പോൺസർ ചെയ്യും. ഫുൾ ചെലവോ? അയാൾ വാക്ക് വലിക്കൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ ബസ്സൊക്കെ സൈഡാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 8 കിലോമീറ്ററോളം ഉള്ളോട്ട് കയറാണ്ട് കേട്ടോ. കറക്റ്റ് കാടിൻ്റെ ഉള്ളിലാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് അവരുടേതായ സ്പെഷ്യൽ വണ്ടികളിലായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത്. ഒരുപാട് കാലത്തിന് ശേഷം ജീപ്പിൻ്റെ ബേക്കിലൊക്കെ തൂങ്ങി ഒക്കെ യാത്ര ചെയ്യാൻ നല്ല രസമായിരുന്നു കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, നിങ്ങൾക്ക് ബോറടിക്കാതെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ നേരെ റിസോർട്ടിലെത്തി. ഒരു ലക്ഷറി റിസോർട്ടാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. അവിടെ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇൻ്റർനെറ്റ് ഇല്ല, വൈഫൈ ഇല്ല, കോൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. ഫുഡൊക്കെ കഴിച്ചിട്ടില്ല, ഭയങ്കര വിശപ്പുണ്ട് എല്ലാവർക്കും. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും സെർച്ച് ചെയ്തത് ഫുഡ് എവിടെ കിട്ടും എന്നുള്ളതാണ്. ഏകദേശം ഒരു 3 മണിയോടുകൂടി ഞങ്ങൾ അവിടെ എത്തി. ആദ്യം ചെയ്ത പരിപാടി റൂമൊന്നും നോക്കലായിരുന്നില്ല, ഞങ്ങൾ ഫുഡ് എടുക്കലായിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ടോ. അപ്പോൾ ഇദ്ദേഹം ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ കടുവ ഇറങ്ങലുണ്ട്, ആന ഇറങ്ങലുണ്ടെന്നൊക്കെ ചുറ്റിലും. രാത്രി നമുക്ക് 6 മണിക്ക് ശേഷം ഈ റിസോർട്ടിൻ്റെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാനുള്ള പെർമിഷൻ ഒന്നുമില്ല, പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അത്യാവശ്യം അടിപൊളിയാണ്. ഇവർ എവിടെ പോയാലും ട്രിപ്പിന് പോകുമ്പോൾ ഒരു പണിക്ക് പോകുന്നൊരു പോലെയാണ് ഇവരുടെയൊക്കെ ട്രിപ്പിൻ്റെ ഒരു കോലെന്ന് പറയുന്നത്. അപ്പോൾ തായ്ലൻഡ് ആണെങ്കിലും വയനാട് റിസോർട്ടാണെങ്കിലും എല്ലാം തന്നെ. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിസോർട്ടാണ്. ഭയങ്കര സീനറി, ഗ്രീൻ ദ വൈൽഡ് പ്ലാനറ്റ് ആണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടേക്ക് ഞങ്ങളെ റൂം വരുന്നത് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം. അമീൻ സാറിൻ്റെ മറ്റേവിടെയൊക്കെ റൂം വരുന്നത് ആ ബ്രിഡ്ജിൻ്റെ തൊട്ടപ്പുറത്തുള്ള നിങ്ങൾ കാണുന്ന ആ ഹട്ടുകളാട്ടോ. അപ്പോൾ ഇവർ സംഭവം അസൂയ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ആ റൂം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. റൂമിൽ പഴവും ആപ്പിളും എല്ലാ സെറ്റപ്പും ഉണ്ട്, ബ്രഷ് ഉണ്ട്, ടീ ഉണ്ട്, ചെരുപ്പുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ കഥ ഇതിൻ്റെ ബേക്കിൽ വരുന്നത് കേട്ടോ. അതിൽ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഓരോ റൂമിലും പോയി ഇങ്ങനെ നോക്കുകയാണ് എല്ലാവരുടെ അവസ്ഥ എന്താണെന്നൊക്കെ. പിന്നെ അതിൻ്റെ ചുറ്റും നടക്കാനുള്ള പരിപാടിയാണ്. ആദ്യം തന്നെ പൂളിലൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം 6 മണിക്ക് പൂളും ക്ലോസ് ചെയ്യും. ഞങ്ങൾ ഏകദേശം 5:30 കൂടിയാണ് പൂളിലേക്ക് പോകുന്നത്. ആ പോകുന്ന വഴിക്ക് ഒരുപാട് ആൾക്കാർ അവിടെ അവരുടെ റൂമിൽ പറയുന്നുണ്ട്. അങ്ങനെ പൂളിലൊക്കെ ചാടി രാത്രി ആകുമ്പോൾ ചെറിയൊരു അവാർഡ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാബു സാർ ഏതോ സിനിമയുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഏത് ഫിലിമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മലയാളം ഫിലിമാണ്, പക്ഷേ ഹിന്ദി പേരാണ് ആ ഫിലിമിൻ്റെത്. നിങ്ങൾക്ക് ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വോയിസ് ഓൺ ആക്കണം. അവാർഡ് കിട്ടിയ ജേഴ്സി ആലിംഗനം ചെയ്യുന്ന രംഗമായിട്ട് നിങ്ങളെ കാണാം. നമ്മുടെ അന്തുസാറാണ്. അന്തുസാർ പ്രോഗ്രാമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പരിപാടി ഭയങ്കര കളർഫുൾ ആയിരുന്നു കേട്ടോ. കണ്ടന്റ് നല്ല ക്രിയേറ്റീവായിട്ടുള്ള കണ്ടന്റ് എടുത്ത നാച്ചു സാർക്കും വിഷ്ണു മാമിസിനും ഒരുപാട് ആൾക്കാർക്ക് അവാർഡൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ടീച്ചേഴ്സിനും അവരെ എടുത്ത എഫേർട്ടിനുള്ള റിസൾട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു അവാർഡും കാര്യങ്ങളൊക്കെ. പിന്നെ കുരങ്ങന്മാരുടെ ഒരു ഏരിയ ആണ്. ഇതിൻ്റെ ഒരു കഥ വേറെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ കണ്ട ആപ്പിളും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊന്നും ഞങ്ങൾ തിരിച്ച് റൂം